അതെ, ഞങ്ങൾ 2 ദിവസമായി ചോറ് വെച്ചിട്ട്. അപ്പോൾ ഒന്ന് വിചാരിച്ചു ഇന്ന് രാത്രിയത്തേക്ക് നമുക്ക് ചോറുണ്ടാക്കാം. പൊതുവേ രാത്രി നമ്മൾ ചോറ് കഴിക്കാറില്ല. അപ്പോൾ ഇന്നെന്തോ 2 ദിവസമായി ചോറുണ്ടിട്ട് അതുകൊണ്ട് ചോറ് കഴിക്കാനൊരാഗ്രഹം. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കെന്നാൽ ചെറിയൊരു മോരുകറിയും വെച്ച് ചമ്മന്തി അരയ്ക്കാം. വേറെ വലിയ കാര്യമായിട്ടൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തേങ്ങ അരയ്ക്കാത്ത ഒരു മോരുകറി ഉണ്ടാക്കി. വെള്ളരിക്ക ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടി ഇട്ടിട്ട് വെള്ളരിക്ക ഇട്ടിട്ട് മോരുകറി വെച്ചു. മോരുകറി വെക്കുമ്പം ഇവിടെ ഞങ്ങൾ തേങ്ങ അരച്ച് വെക്കലില്ല. കാരണം എനിക്ക് തേങ്ങ അരച്ച് വെക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ ഇതിന് മുൻപ് ഒരു വട്ടം തേങ്ങ അരച്ച് വെച്ചപ്പോൾ പെട്ടെന്ന് കേട് വന്നു പോയി. അപ്പോൾ അതുകൊണ്ട് പിന്നീട് ഞാൻ തേങ്ങ അരച്ച് വെക്കാറില്ല. ഞാൻ ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് വേവിച്ച് തൈര് വെള്ളം അധികം ചേർക്കാതെ ഉടച്ച് ഇതിലേക്ക് ചേർക്കും. പിന്നെ കടുക് താളിച്ചിടും. അത്രേ ചെയ്യുള്ളൂ. കുറച്ച് മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും. അത്ര മാത്രമേ ചെയ്യുള്ളൂ. ഞാൻ വേറെ വലിയ കാര്യമായിട്ടുള്ള എനിക്ക് വലിയ കുക്കിങ്ങും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അറിയാവുന്ന രീതിയിലൊക്കെ ചെയ്യും. പിന്നെ ഇത് ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു. ചമ്മന്തി ഉണ്ടെങ്കിൽ വേറെ പ്രത്യേകിച്ച് അധികം കറികളൊന്നും എനിക്കും ചേട്ടനും കുഞ്ഞിനാണേലും ഇഷ്ടമാണ്. മോൻ ചമ്മന്തി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പപ്പടവും തൈരുമുളകും കൂടെ